കള്ളങ്ങൾക്ക് മുകളിൽ എത്ര സത്യം എഴുതി ചേർത്താലും അത് തെളിയില്ല. കാരണം അതങ്ങനെ വരൂ. ഒരിക്കലും ഒരു കാലവും ഒരു കള്ളവും മൂടിവെക്കാൻ ആരെക്കൊണ്ടുമാകില്ല. തന്റെ സർട്ടിഫിക്കറ്റ് പൂഴ്ത്തിവെച്ചതുപോലെ മോദിക്കൊരിക്കലും ഇന്ത്യയെ സംബന്ധിച്ച കണക്കുകളുടെ കള്ളക്കൊട്ടാരം കൊണ്ട് അമ്മാനമാടാനാവുകയില്ല. ആഗോള പട്ടിണി സൂചികയിൽ പോലും ഇന്ത്യ ഒട്ടും പിന്നിലല്ലാത്ത മോദിയുടെ ഭരണഗുണം. ചേരികൾ ടർപ്പായ കൊണ്ട് മൂടുന്നതും മോദിയുടെ ഭരണഗുണം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ. ഇപ്പോൾ വരുന്ന വാർത്ത എന്തെന്നാൽ ലിബറൽ ഡെമോക്രസി സൂചികയിൽ ഇന്ത്യ വീണ്ടും താഴേക്ക് പോയി എന്നതാണ്. അതായത് ഇവിടെ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ലാത്ത രാജ്യമാണ് എന്നാണ് ആ സൂചിക പറയുന്നത്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആഗോള റിപ്പോർട്ട് നിർമ്മിക്കുന്ന വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി പ്രകാരം ഇന്ത്യ സ്വേച്ഛാധിപത്യ മേഖലയായി തുടരുന്നു. ഈ സ്വേച്ഛാധിപതിയുടെ പേരാണ് നരേന്ദ്രമോദി. അയാൾ സ്വപ്നം കാണുന്ന ഈ രാജ്യം ജനാധിപത്യത്തിൻ്റെതല്ല, ഹിന്ദുത്വത്തിൻ്റെതാണ്. 2025 ഡെമോക്രസി റിപ്പോർട്ടിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ലിബറൽ ഡെമോക്രസി സൂചികയിൽ വീണ്ടും താഴേക്ക് പോയിരിക്കുകയാണ്. ആഗോളതലത്തിൽ 179 രാജ്യങ്ങളുടെ ഇന്ത്യയുടെ സ്ഥാനം 100ാമതാണ്. സമത്വ ഘടക സൂചിക, ഇലക്ട്രൽ ഡെമോക്രസി സൂചിക തുടങ്ങിയ വിവിധ സൂചികകൾ പരിശോധിച്ചുകൊണ്ടാണ് ജനാധിപത്യത്തെക്കുറിച്ച് റിപ്പോർട്ട് നിർമ്മിക്കുക. സമത്വ ഘടക സൂചികയിൽ 179 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 134ആണ്. ഇലക്ട്രൽ ഡെമോക്രസി സൂചികയിൽ അത് 105ആണ്. ഇന്ത്യ സ്വേച്ഛാധിപത്യ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വീഡം പറയുന്നു. ഒരു നീതിയുക്തമായി തിരഞ്ഞെടുപ്പ് നടക്കുകയും അതിലൂടെ ജനാധിപത്യപരമായി എത്ര നേതാക്കൾ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇലക്ട്രൽ ഡെമോക്രസി സൂചിക. വോട്ടവകാശം, തിരഞ്ഞെടുപ്പിലെ സ്വാതന്ത്ര്യം, നീതിയും സംഘടനാ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് ജനങ്ങൾക്ക് എത്രമാത്രം ലഭിക്കുന്നുണ്ട് എന്ന വിവരം ഉൾക്കൊള്ളുന്നതാണ് സമത്വ ഘടക സൂചിക. അതനുസരിച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് 100ാം സ്ഥാനം എന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പും വോട്ടവകാശവും എല്ലാവർക്കും വേണ്ട വിധത്തിൽ എത്തുന്നില്ല എന്നാണ്. ജനാധിപത്യ തകർച്ചയ്ക്ക് കാരണമാകുന്ന 20 ഘടകങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ളത് മാധ്യമങ്ങളെ സെൻസർ ചെയ്യാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മാധ്യമ സ്വാതന്ത്ര്യം അടിച്ചമർത്തപ്പെട്ട രാജ്യങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ, എൽ സാൽവഡോർ, ഇന്ത്യ, മ്യാൻമർ തുടങ്ങിയ ഉൾപ്പെടുന്നതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2014 അപേക്ഷിച്ച് 41 രാജ്യങ്ങളിലെ സർക്കാരുകൾ സിവിൽ സൊസൈറ്റി സംഘടനകളെ അടിച്ചമർത്തുന്നുണ്ടെന്നും കൂടുതലാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സിവിൽ സൊസൈറ്റി സംഘടനകളെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ ഇന്ത്യയാണ് മുൻപന്തിയിൽ നിൽക്കുന്നതെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇന്ത്യ, ബെലാറസ്, പെറു, ഫിലിപ്പീൻസ്, ട്യൂണീഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ CSOകൾ ഇപ്പോൾ കൂടുതൽ ആക്രമണത്തിന് വിധേയമാകുന്നു എന്നും റിപ്പോർട്ട് പറയുന്നു. തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ബോഡിയുടെ സ്വയംഭരണത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അവസ്ഥ ഗുരുതരമാണെന്നും കണ്ടെത്തുന്നു. രാഷ്ട്രീയമായി സെൻസിറ്റീവ് ആയ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ സെൻസറിന് വിധേയമാകുന്നത് 32 രാജ്യങ്ങളിൽ സാധാരണമായി കൊണ്ടിരിക്കുകയാണെന്നും അതിലും ഇന്ത്യ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. അതായത് ഈ പട്ടികയെ പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ: ഇന്ത്യയിൽ സ്വാതന്ത്ര്യം, നീതിയുക്തമായ ജനാധിപത്യവും നടക്കുന്നില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട് പറയുന്നത്.